ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടൂട്ടൂസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അരിമുറുക്കാണ് കേട്ടോ. അതിനായിട്ട് ഇതാ 1 കപ്പ് അളവിൽ ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് കുതിർന്ന് വന്നിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാനായിട്ട്. 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അളവ് കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. 1 കപ്പ് ഉഴുന്ന്. അപ്പോൾ അതേ അളവ്, അപ്പോൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതേ അളവിൽ തന്നെ വെള്ളം, ഏകദേശം 200 ml മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ അത്രയും അളവ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് മിക്സിയുടെ ചെറിയ ജാറില്ലേ, അതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അതൊന്ന് അരയാൻ മാത്രമുള്ള വെള്ളത്തിൻ്റെ ആവശ്യമില്ല എങ്കിൽ തന്നെ അത് കറങ്ങത്തില്ല. അപ്പം നമ്മളൊരു 2-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന്, ഒട്ടും തന്നെ തരി കാണാത്ത രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓണം സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്സാണ്. ഞാൻ നേരത്തെ ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉഴുന്നെല്ലാം ഒന്ന് ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഒരുമിച്ച് വാരിയിട്ടൊന്നും അരച്ച് കളയരുത്. ഓണമൊക്കെയാണ്, എനിക്കൊരു അനുഭവം പറ്റിയതാണ്. ഒന്ന് എന്താ പറയുക, നമ്മൾ ജോലി തിരക്ക് കാരണം പെട്ടെന്ന് അങ്ങോട്ട് വാരിയിട്ടങ്ങോട്ട് അരയ്ക്കും. ഇതെല്ലാം അവിടെ പൊങ്ങി മുകളിലേക്ക് വന്ന് തെറിച്ചങ്ങ് പോയി. അങ്ങനെയാണ് എനിക്ക് പറ്റിയത്. എൻ്റെ കൈയുടെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കുറേശ്ശെ സാവധാനത്തിൽ അരച്ചെടുത്താൽ മതി. ധൃതി ഒന്നും പിടിക്കണ്ട. ഓണക്കാലമായിക്കൊണ്ട് എല്ലാവർക്കും സ്പീഡിലല്ലേ പണികളൊക്കെ ചെയ്ത് തീർക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ഇത്തിരി സ്പീഡ് കുറഞ്ഞാലും കുഴപ്പമില്ല, സൂക്ഷിച്ചൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് മിക്സിയുടെ കാര്യം എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പറയുകയാണ്. മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പം എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ ഡക്കൺ നന്നായിട്ട്, അതായത് മുകളത്തെ ആ അടപ്പില്ലേ, അത് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഓണാക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചതാ എല്ലാം ഒന്ന് ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ, അതായത് ഒട്ടും തന്നെ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുക. 1 കപ്പ് ഉഴുന്നിന് ആ കപ്പിന് അളവിലാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ട് തലേദിവസം ഒന്നും വെള്ളത്തിലിട്ടല്ല കേട്ടോ, 2 മണിക്കൂർ ജസ്റ്റ് ഒന്ന് കുതിരാൻ വെച്ചതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പും ഇട്ട് ഞാൻ അതേ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അരച്ചെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പാത്രത്തിലാണോ ഉഴുന്നെടുക്കുന്നത് അതേ അളവിൽ തന്നെ 3 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. വാങ്ങിക്കുന്നതൊക്കെ എങ്ങനെ വരെ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഉഴുന്നെല്ലാം അരച്ചതിന് ശേഷം നമ്മൾ 3 കപ്പ് അരിപ്പൊടിൻ്റെ അകത്ത് ചേർക്കുന്ന കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട കാര്യം വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉഴുന്ന് അരച്ച ആ ഒരു ഇതിൽ വെച്ചിട്ട് അതിൽ ഓൾറെഡി ഒരു നനവുണ്ട്. അപ്പം നമ്മളത് ഒരു വെള്ളമൊന്നും ചേർക്കണ്ട. അഥവാ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ, വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണൊന്നും ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ വലിയ സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അയമോദകം. അതും തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഉപ്പൊക്കെ നല്ലതായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടോളൂ കേട്ടോ. ഒരുപാടൊന്നും കൂടാനും പാടില്ല. എൻ്റെ പാകത്തിനുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടുകയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അരിപ്പൊടി 3 കപ്പ് തന്നെ എടുത്തോളൂ. 1 കപ്പ് ഉഴുന്നിന് 3 കപ്പ് അരിപ്പൊടി. ഓക്കെ, വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ല. ഇനി സാവധാനത്തിലെല്ലാം ഒന്ന് കുഴച്ച് പതുക്കെ സെറ്റാക്കി എടുക്കുക. ഈ സമയത്ത് നമ്മൾ സേവനാഴി ഇല്ലേ, അതെടുത്തിട്ട് എണ്ണയൊക്കെ തൂത്ത് മുറുക്കിൻ്റെ അച്ചൊക്കെ ഇട്ട് സെറ്റാക്കി ഒന്ന് വെച്ചോളൂ കേട്ടോ. കയ്യിൽ അല്പം വേണമെങ്കിൽ ഒന്ന് എണ്ണ തടവിക്കോളൂ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല എങ്കിൽ തന്നെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, സംഭവം ഈസിയാണ്. ഇത്രയും അളവിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 35-40ഓളം മുറുക്കുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവിൽ ഈ അളവ് എടുക്കുകയാണ്. അപ്പം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പല ഐറ്റം അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാർ കുറവായത് കാരണം, ഞങ്ങൾ അംഗസംഖ്യകൾ കുറവായത് കാരണം ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളപ്പോൾ അതുപോലെ നമ്മൾ എടുക്കുക. വീട്ടിലൊക്കെ പണ്ട് അമ്മ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നൊക്കെ എവിടെ പറയുക, മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ സേവനാഴിയിൽ അതെല്ലാം ഒന്ന് നിറയ്ക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരിയൊക്കെ കോരുന്നൊരു സൈസ് അരിപ്പയില്ല, അതിൻ്റെ മുകളിലേക്ക് അല്പം എണ്ണയൊന്ന് തടകിയിട്ട്, ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ എണ്ണയിലോട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ, എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. കയ്യിലൊക്കെ എണ്ണ തട്ടി ഒന്നാമതേ കൈയൊക്കെ ഇങ്ങനെ ആകപ്പാട് പ്രശ്നത്തിലിരിക്കുന്നിടത്ത് പിന്നെ ബാക്കിയോട്ട് പൊള്ളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. വളരെ സൂക്ഷിച്ച് തന്നെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നല്ല എക്സ്പേർട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എണ്ണയിലൊക്കെ ഇട്ട് കറക്കി എടുത്തങ്ങ് ചെയ്യാം. പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സാവധാനത്തിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് നമ്മൾ എണ്ണയിലോട്ട് തട്ടി തട്ടി എടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അങ്ങോട്ട് പൊരിച്ചെടുത്തോളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട്, ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മുറുക് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഓണത്തിന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക. ഓണം റെസിപ്പികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പരമാവധി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും കാണാനൊന്നും ടൈം കാണത്തില്ല, എല്ലാവരും അവരവരുടെ തിരക്കിലാണ് ഓണത്തിൻ്റെ അല്ലേ. ഇവിടെ ഓണം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. എങ്കിലും നമ്മൾ മലയാളികൾ എവിടെ ആണെങ്കിലും ഓണം ആഘോഷിക്കുമല്ലോ അല്ലേ. അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഇതാണ് അല്ലേ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താ ഒരു സന്തോഷത്തിനാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇതുപോലൊരു സന്തോഷത്തിന് ഉണ്ടാക്കിയതാണ്. ദീപാവലിക്ക് കുറേ സ്വീറ്റ്സ് ഉണ്ടാക്കിയതാണ്, എൻ്റെ കൈ പോയ പോക്ക് പോയത്. അത് കാരണം പേടിച്ചിട്ടൊക്കെയാണ്. എണ്ണയിലുള്ള കളിയൊക്കെ എല്ലാവരും സൂക്ഷിക്കുക. ചെയ്യുന്ന ജോലികളൊക്കെ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചൊക്കെ ചെയ്യുക. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും, ഷോപ്പിങ്ങിലും. പിന്നെ വീട്ടിൽ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നവരും ഉണ്ടാവും ഇല്ലേ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ എത്രയെങ്കിലും വാങ്ങിച്ച് കൊടുക്കുന്നതിന് വീട്ടിലുണ്ടാക്കുന്നതിനും രണ്ടും രണ്ട് ടേസ്റ്റില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഏത് കടകളിൽ നിന്ന് വാങ്ങിച്ചാലും അത് പറ്റത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇല്ലേ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ചുറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു എണ്ണ തൂത്താൽ മാത്രം മതി അതിൻ്റെ മുകളിലേക്ക്. പിന്നെ അങ്ങനെ എണ്ണ തൂക്കേണ്ട കാര്യമില്ല. നല്ല ചൂടായിട്ടിരിക്കുന്ന തട്ടിലേക്ക് പിന്നെയും ചുറ്റിച്ച് അങ്ങ് ഇട്ട് കൊടുത്തോളാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി മുറുക്കിട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്രിസ്പിയുമാണ്, വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മുറുക്കാണ് കേട്ടോ. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഷോർട്സ് ഒന്ന് അപ്ലോഡ് ചെയ്തപ്പോൾ ആരോ എന്നോട് ചോദിച്ചു റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തൊന്ന് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ തന്നെ റെസിപ്പി ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ടൈം എടുക്കും, കുഞ്ഞൊക്കെ ഉള്ളത് കാരണം അതിനെ ഒന്ന് ഉറക്കിയതിന് ശേഷമൊക്കെ എനിക്ക് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇതാ നമ്മുടെ അടിപൊളി മുറുക്കിട റെഡി ആയിട്ടുണ്ട്. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതെപ്പോഴും പറയുന്നതാണെന്ന് വിചാരിക്കരുതേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുറുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനൊരു മണമൊക്കെ ഉണ്ടല്ലോ, അതായത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു മണം ഉണ്ടല്ലോ, അതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ഓക്കെ, നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.